നമസ്കാരം. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ടുള്ള അടൂർ പ്രകാശിന്റെ ചെറിയ പെരുന്നാൾ ആശംസകളുടെ ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ഒരു കാർഡ് കണ്ടപ്പോ സ്വാഭാവികമായിട്ടും ഇന്നൊരു ചെറിയ പെരുന്നാൾ ദിനമാണ്. ജനപ്രതിനിധികൾ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു അഭിപ്രായ പ്രകടനം നടത്തണമെന്ന് തോന്നി. അടൂർ പ്രകാശിൽ തുടങ്ങാൻ കാരണം, ഞാൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉള്ള ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക്, അദ്ദേഹം ഈ കഴിഞ്ഞ 5 വർഷം ഈ നാടിനെ പ്രതിനിധാനം ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, സ്വന്തം മണ്ഡലത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷം വരുമ്പോൾ അവർക്കൊരു ആശംസ നേർന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ ആ ആശംസയ്ക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന് ചോദിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. കാര്യം ഈ ഒരു പെരുന്നാൾ ദിനം എന്ന് പറഞ്ഞാൽ മുൻപത്തെ പോലെയല്ല, നമ്മുടെ നാട്ടിൽ ഒരു ആശങ്കയുടെ കാലഘട്ടത്തിൽ കടന്നു വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോ ഈ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നവർ, മുൻപ് നമ്മൾക്ക് പരിചയമില്ലാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. അതായത് ഇത്തരം ആഘോഷങ്ങളെല്ലാം സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, പരസ്പര സഹകരണത്തിന്റെ, ബഹുമാനത്തിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ആഘോഷിച്ചു പോകുന്നതാണ്. മലയാളികൾ ഒന്നടങ്കം ഓണമായിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, പെരുന്നാൾ ആയിക്കോട്ടെ, എല്ലാം ഒരുപോലെ ആഘോഷിക്കാനായിട്ട് തയ്യാറാകുന്നവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തികളെ സ്വീകരിച്ച് അവരവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം നൽകുക, സ്നേഹം പങ്കുവയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരു മതേതര നാട്ടിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കടന്നു വരുമ്പോൾ അതിനോടൊപ്പം തന്നെ പെരുന്നാൾ കൂടി കടന്നു പോവുകയാണ്. കാര്യം അതിലൊരു വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമുണ്ട്. ഈ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ആശങ്ക അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ്. ആ ആഘോഷത്തിന് ആശംസ നേരുമ്പോൾ അവരോട് നിങ്ങൾ ആത്മാർത്ഥത പുലർത്തിയിരുന്നോ എന്ന ചോദ്യം, അത് അടൂർ പ്രകാശിനോട് മാത്രമല്ല, ബാക്കിയുള്ള 18 UDF എംപിമാരോടും ചോദിക്കുകയാണ്. കാര്യം കഴിഞ്ഞ 5 വർഷമാണ് ഇങ്ങനെ അവരുടെ പൗരത്വത്തെ സംബന്ധിച്ചൊരു വലിയ ആശങ്ക നമ്മുടെ നാട്ടിൽ ഉടലെടുത്തത്. അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി, അതായത് ഈ വിഭജിച്ച് ഭരിക്കുക, അതിനുവേണ്ടി ഒരു ഭൂരിപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാകാൻ, മറ്റൊരു മതവിഭാഗത്തെ അപരവൽക്കരിക്കാനുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാർ നടത്തുന്ന സന്ദർഭത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ചു പോയ 18 പേർ ഈ ആശംസയ്ക്കപ്പുറം നിങ്ങൾ എന്താണ് അവർക്ക് വേണ്ടി അവിടെ ശബ്ദമുയർത്തിയത്? മറുപടി പറയണ്ടേ? സ്വാഭാവികമായി മറുപടി പറയണം, കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം നിങ്ങൾ ഇപ്പോൾ ഈ ആശംസ നേർന്നിരിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, നേരത്തെ അവർ നേരിടുന്ന ആ വലിയ പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടങ്ങളിൽ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവരുടെ നിലപാട് എന്തായിരുന്നു, അതിനെ സംബന്ധിച്ച് അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആശംസ നേരാനായിട്ടെങ്കിലും അദ്ദേഹം തയ്യാറായല്ലോ. മുൻപ് ഇവർക്കെതിരെ ഒരു പൗരത്വ വിഷയം കടന്നു വന്ന സന്ദർഭത്തിൽ ഫേസ്ബുക്കിലൂടെ എന്തായിരുന്നു ആറ്റിങ്ങൽ എംപിയുടെ പ്രതികരണം? അത് കണ്ടാൽ മതി, അല്ലെങ്കിൽ അത് കാണിച്ചാൽ മതി. ഇനി ഇൻ കേസ് ശ്രദ്ധയിൽപ്പെടാതെ പോയത് കൊണ്ടാണെങ്കിൽ അതൊന്ന് കാണിച്ച് ബോധ്യപ്പെടുത്തിയാൽ മതി. ബാക്കിയുള്ളവരുടെ കാര്യത്തിലും ഒന്ന് കാണട്ടെ എന്തായിരുന്നു നിങ്ങളുടെ നിലപാടെന്ന്. ആ വിഷയത്തിൽ കൃത്യമായി പറയേണ്ട ഒരു സന്ദർഭമാണ്. ഈ ഒരു ഈദ് അല്ലെങ്കിൽ പെരുന്നാൾ കടന്നു വരുന്നത് ഒരു തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ കൂടിയാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ അപരവൽക്കരിക്കപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടി എന്തായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഈ ജനപ്രതിനിധികൾ എടുത്തിരുന്ന നിലപാടുകൾ, അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കാൻ വേണ്ടി എന്ത് നടപടികൾ ഇവർ സ്വീകരിച്ചു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? ഉറപ്പായും ബോധ്യപ്പെടുത്തേണ്ടി ഉണ്ട്. കാര്യം ഒരു ജനപ്രതിനിധി എന്തെന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്കൊപ്പം എന്ത് പ്രശ്നത്തിനും അവരോടൊപ്പമുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, കൃത്യമായി നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ നിന്നിട്ടുണ്ടോ? ആശംസ നേരുക എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ്. വലിയ റിസ്ക് ഇല്ല, വലിയ തോതിൽ ഒരു തിരിച്ചടി ഉണ്ടാവില്ല. എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു സംഭവമായതുകൊണ്ട് ഒരു ഫോട്ടോ വെച്ച് ഇങ്ങനെ ഒരു കാച്ചു കാച്ചി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തോന്നിക്കുന്നതല്ല. അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ നിങ്ങളുടെ നിലപാട്, നിങ്ങൾ എന്തായിരുന്നു അതിനുവേണ്ടി ശബ്ദമുയർത്തിയത്, അതിനുവേണ്ടി നിങ്ങൾ എന്ത് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു, അവർക്ക് വേണ്ടി എന്ത് വാക്കുകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചേ മതിയാകുള്ളൂ. കാര്യം തെറ്റിദ്ധരിപ്പിക്കൽ ആരെക്കൊണ്ടും കഴിയും. നിങ്ങൾ എന്ത് ഉത്തരവാദിത്തം അല്ലെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം അത് കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് ഇത്തരം ആശംസ കാർഡുകളിലൂടെ 18 പേർക്കും അവരെ പറ്റിക്കാമെന്ന് കരുതരുത്. കാര്യം നിങ്ങൾ ചെയ്ത നീചമായ ഒരു പ്രവർത്തനമുണ്ട്. കാര്യം ഈ CAA വിഷയം ഇപ്പോൾ നിങ്ങളുടെ പ്രകടന പത്രിക പുറത്തു വരുമ്പോൾ പോലും ആധികാരികമായി മോഡി സർക്കാർ അഥവാ വിശ്വഗുരു സർക്കാർ നടപ്പാക്കിയ ഇതിനെ ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ റദ്ദാക്കുമെന്ന് പറയാനായിട്ട് നിങ്ങൾ ധൈര്യം കാട്ടിയിട്ടില്ല. നിങ്ങൾ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 15 എന്നും 8-ാം പേജിൽ ഞങ്ങൾ വിശദീകരിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും നേരത്തെ, അതായത് ഈ രാജ്യത്തെ പൗരന്മാരെന്ന് എടുത്തു പറയുകയാണ്. അങ്ങനെ നിങ്ങൾ ഒരു വിഷയത്തിൽ കൃത്യമായ അഭിപ്രായ പ്രകടനം നടത്താതെ പലതരത്തിൽ ഒഴിഞ്ഞു മാറി ഇങ്ങനെ മറുപടി പറഞ്ഞു പോകുന്നവർ ഈ ഒരു സന്ദർഭത്തിൽ ആശംസകൾക്കപ്പുറം എന്താണ് അവർ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിങ്ങളുടെ നിലപാടെന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട്. അത് അവർക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു ആത്മവിശ്വാസം കൂടിയാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ടവരെല്ലാം മത്സരിക്കുന്ന ഒരു നാടെന്നുള്ള നിലയ്ക്ക് ഒളിഞ്ഞും തെളിഞ്ഞും ആശംസാ കാർഡിറക്കി അങ്ങോട്ട് പ്രീതിപ്പെടുത്തി പോകാമെന്ന് കരുതണ്ട. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? അത് മുത്തലാഖ് വിഷയം വന്നപ്പോഴായിക്കോട്ടെ, പൗരത്വ വിഷയം വന്നപ്പോഴായിക്കോട്ടെ, നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച്
ഫേസ്ബുക്കിൽ നിങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് ഒരു ആശംസ നേർന്നാൽ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകും, കൂടുതൽ പ്രതീക്ഷയുണ്ടാകും, കൂടുതൽ നിങ്ങൾ അവർക്ക് വേണ്ടി നിലനിന്നിട്ടുണ്ടെന്ന് അവർക്കൊരു ബോധ്യപ്പെടുത്തൽ കൂടിയാകും. അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു ആശംസ അർപ്പിച്ചുകൊണ്ട് വോട്ട് നേടാമെന്ന് കരുതുന്നത് ഒരുതരം ഊളത്തരമാണെന്ന് പറയേണ്ടി വരികയാണ്. അത് അടൂർ പ്രകാശിൽ തുടങ്ങി ഏറ്റവും അങ്ങറ്റത്ത് നിൽക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ വരെ ബാധകമാണെന്ന് പറയേണ്ടി വരികയാണ്. അല്ലാത്ത പക്ഷം ഇത്തരം ആശംസ കടറക്കി നമ്മൾ എല്ലാ മതങ്ങൾക്കും ആശംസ നേരുന്ന ജനപ്രതിനിധി എന്നുള്ള ഒരു എളുപ്പ വഴിയിലൂടെയുള്ള കൃഷിയെടുക്കൽ അത് ഇക്കുറി നടക്കില്ലെന്ന് അടൂർ പ്രകാശിനെയും ബാക്കിയുള്ളവരെയും അറിയിക്കുകയാണ്.